മന്ത്രി വി എൻ വാസവനെതിരെ ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പരിഹരിക്കാൻ 100 കോടി രൂപ കണ്ടെത്തി ബാങ്കിൽ നിക്ഷേപിക്കാൻ മുഖ്യമന്ത്രി വാസവനോട് ആവശ്യപ്പെട്ടുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. മറ്റൊരു സഹകരണ ബാങ്കിൽ നിന്നും പണം കണ്ടെത്തി നൽകാൻ വാസവൻ തന്നെ സമീപിച്ചുവെന്നും പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രി വി എൻ വാസവനും ചേർന്ന് ശ്രമിച്ചെന്നാണ് പി.സി. ജോർജിന്റെ ആരോപണം. 100 കോടി രൂപ കണ്ടെത്തി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കാൻ മന്ത്രി വി എൻ വാസവനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതിനായി വി എൻ വാസവൻ തന്നെ സമീപിച്ചുവെന്നും പി.സി. ജോർജ് പറയുന്നു. മറ്റൊരു സഹകരണ ബാങ്കിൽ നിന്ന് പണം കണ്ടെത്തി നൽകാനാകുമോ എന്ന് വാസവൻ തന്നോട് ആവശ്യപ്പെട്ടു. പണം നൽകാൻ ആകില്ലെന്ന് അറിയിച്ച ശേഷം വി എൻ വാസവൻ വിളിച്ചിട്ടില്ലെന്നും പി.സി. ജോർജ് പറയുന്നു. തകർന്നിരിക്കുകയാണ്. എത്രയും വേഗം ഒരു 100 കോടി രൂപ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കി ആ ബാങ്കിൽ നിക്ഷേപിക്കണം. മുഴുവൻ സഖാക്കന്മാരാണ്. സഖാക്കന്മാരിൽ ആരും ആ ബാങ്കിന്റെ മെമ്പർമാരോ ബോർഡിലോ ഇല്ല എന്ന നിലയാണ്. അവിടെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. നിർബന്ധമായി 100 കോടി രൂപ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം. വാസവന് കിട്ടിയ നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ. അതിനാണ് വാസവൻ എന്നെ വിളിച്ചത്. ആ ബാങ്കിന്റെ ഒരു 100 കോടി രൂപ വാസവന് കൊടുക്കണം. അതാണ് വാസവന് ഡിമാൻഡ്. നിങ്ങൾ വാസവ കണക്കാണ് ചോദിച്ചു പറയുന്നതിന് മറുപടി. ഞാൻ പറയും വാസവ അതൊഴിച്ച് ബാക്കി ഏത് കാര്യവും പറയാൻ കൂടാ. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും പി.സിയുടെ രൂക്ഷ വിമർശനം. പിണറായി, മകൾ, മരുമകൻ എന്നിവർ ചേർന്ന് കോടികൾ തട്ടിയെന്ന് പി.സി. ജോർജിന്റെ ആരോപണം. 16,000 രൂപ എന്റെ കണക്കും പ്രകാരം കട്ടവനാണ് മുഖ്യമന്ത്രി. 16,000 കോടി രൂപ പാവങ്ങളുടെ കട്ട് മോട്ടിച്ചു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മകൾ ഉൾപ്പെടെ മരുമകൻ ഉൾപ്പെടെ റിയാസ് എന്ന് പറയുന്ന കൊള്ളക്കാരൻ ഉൾപ്പെടെ മോട്ടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന 16,000 കോടി. ആ 16,000 കോടിക്കകത്ത് 40 കോടിക്ക് എന്ത് വില? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പത്തനംതിട്ട റാന്നി പേരനാട് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, പത്തനംതിട്ട.